ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നിന്ന് അറിയിക്കുന്നത് തിരുവനന്തപുരത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി.ജെ.പിയിൽ ചേരുമെന്നാണ് പറയുന്നത്. ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് ബി.ജെ.പി നേതാക്കന്മാർ പറയുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നിവർ കോൺഗ്രസ് വിട്ടുവരുന്ന ആളുകൾക്ക് അംഗത്വം കൊടുക്കും എന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. A.V. ജയശങ്കർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പ്രമുഖ നേതാക്കന്മാരുണ്ടോ? അതിനിടയ്ക്ക് ചില പ്രേക്ഷകർ പറയുന്നത് അങ്ങനെ ആരെങ്കിലും ചേരുന്നതുകൊണ്ട് അണ്ടനും അടകോടനുമായിരിക്കും എന്നൊക്കെ പറയുന്നു. അടകോടന്മാരല്ലാത്ത പ്രമുഖ VVIPകൾ ആരെങ്കിലും ബി.ജെ.പിയിലേക്ക് കുതിക്കാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രി വലിയ തോതിലുള്ള ചർച്ചകളാണ് തിരുവനന്തപുരത്തും ഒപ്പം സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച് നടന്നത്. പല നേതാക്കളുടെയും പേരുകൾ സംബന്ധിച്ച്, മുൻ MLA-മാരുടെയും മുൻ മന്ത്രിമാരുടെയും ഉൾപ്പെടെ പേരുകൾ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നു. പല ആളുകളെയും നമ്മൾ വിളിക്കുന്നു, നമ്മളെയും പല ആളുകൾ വിളിക്കുന്നു. എന്തായാലും നമ്മൾ വിളിച്ച നമുക്ക് സംശയമുള്ള നേതാക്കളെല്ലാം തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു നീക്കം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബി.ജെ.പിയിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് നമ്മൾ എത്ര വർഷമായി ഈ പാർട്ടിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നമ്മൾ വിശ്വാസമില്ല എന്നുള്ള ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ പത്മജയെ പോലെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എപ്പോഴാണ് മറുകണ്ഠം ചാടുക എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ആരൊക്കെ പോകുമെന്ന കാര്യം ഈ സംസാരിച്ച നേതാക്കന്മാർക്കും ഒപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷന് മാത്രമേ അറിയൂ എന്നതാണ് നിലവിലെ അവസ്ഥ. കാരണം PA പോലും റൂമിൽ നിന്ന് മാറ്റി നിർത്തിയാണ് ഇതിൻ്റെ ഡീലിങ്സ് കെ സുരേന്ദ്രൻ നടത്തിയതെന്നാണ് ബി.ജെ.പി ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ നേതാക്കൾ പാർട്ടിയിൽ ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നായതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള ആ നിലവാരമുള്ള നേതാക്കൾ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രാദേശിക നേതാക്കളാണ് ബി.ജെ.പിയിൽ ചേരാനുള്ളൊരു സാധ്യതയുള്ളത്. എന്തായാലും ഇവരാരൊക്കെ എന്നുള്ളത് 11 മണിക്ക് അറിയാം. വലിയ ട്വിസ്റ്റാണ് ബി.ജെ.പി ഒഴിച്ചിടുന്നത്. കാരണം ഇനിയും അവരുടെ പട്ടികയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പല ലോക്സഭാ മണ്ഡലങ്ങളിലും. അവിടേക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളവരാണോ കോൺഗ്രസിനൊരു തിരിച്ചടിയാകൂ എന്നൊക്കെയാണ് നിലവിൽ നമുക്ക് മുമ്പിൽ ഉയർന്ന കൗതുകം. എന്തായാലും പല പ്രമുഖരുടെയും പേരുകളുണ്ട്. ഇവരൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് മാത്രം നമ്മൾ പറയുന്നില്ല. പക്ഷേ രസകരമായൊരു കാര്യം, സോഷ്യൽ മീഡിയയിലും ഒപ്പം പ്രാദേശികമായ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്കിടയിലും ഇത് വലിയൊരു ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയൊക്കെ വിളിച്ച് നമ്മുടെ സംശയത്തിൻ്റെ പട്ടികയിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് ഞാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം തങ്ങൾ ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ പല നേതാക്കൾക്കും എന്തായാലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു 11 മണിയോടുകൂടി ഈ ടെസ്റ്റ് എല്ലാം പൊളിയും. ആരൊക്കെ ചേരും, ആരൊക്കെ ഇനി ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതൊക്കെ അറിയാം SKN. ഓക്കെ, താങ്ക് യു A.V. ജയശങ്കർ.